കാലാളും തേരുകളും കുതിരപ്പടയും ഉൾപ്പെട്ട അസീറിയൻ സൈന്യം ബത്തൂലിയക്കാർ വെള്ളം നിറച്ചു വെച്ച പാത്രങ്ങളെല്ലാം ശൂന്യമാകുന്നത് വരെ 34 ദിവസം ഉപരോധിച്ചു. അവരുടെ ജലസംഭരണികൾ വറ്റിവരണ്ടു. ഒരു ദിവസമെങ്കിലും തൃപ്തിയാവോളം കുടിക്കാൻ അവർക്ക് വെള്ളമില്ലാതായി. അവർക്ക് കുടിക്കാൻ വെള്ളമില്ലാതിരുന്നത് കൊണ്ട് അവർ അളന്നാണ് വെള്ളം കുടിച്ചിരുന്നത്. അവരുടെ കുഞ്ഞുങ്ങൾക്ക് ആശയറ്റു. സ്ത്രീകളും യുവാക്കളും നഗരവീഥികളിലും പടിവാതിക്കലും ദാഹം മൂലം മൂർച്ഛിച്ചു വീണു. അല്പം പോലും ശക്തി അവരിൽ അവശേഷിച്ചില്ല. നോക്കുക, യുവാക്കൾ പോലും ഒരു തുള്ളി വെള്ളം കിട്ടാതെ ദാഹിച്ച് അവശരായി വരണ്ട തൊണ്ടയുമായി ഇതാ റോഡുകളിലും മുക്കിലും മൂലയിലും ഇതാ ചാണകം വീണ് കിടക്കുന്നത് പോലെ തളർന്ന് മൂർച്ഛിച്ച് വീണ് കിടക്കുകയാണ്. നോക്കുക രാജ്യത്തിൻ്റെ സ്ഥിതി, നോക്കുക അവിടുത്തെ കുടുംബങ്ങളുടെ അവസ്ഥ, അവരുടെ മുറവിളി, അവരുടെ നിലവിളി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ജനം എന്ത് ചെയ്തു? ബൈബിളിൽ നമ്മൾ വായിക്കുകയാണ്, അവർ സൈന്യങ്ങളുടെ കർത്താവിന് മുമ്പിൽ അലമുറയിട്ട് ഉറക്ക ഉച്ചത്തിൽ നിലവിളിച്ച്, എല്ലാം തികഞ്ഞ് സുരക്ഷിതമായി എല്ലാം ഇറച്ചു കുത്തിയിരിക്കുന്ന കാലമുണ്ട്. അന്നൊന്നും ഇങ്ങനെ ഉച്ചത്തിൽ വിളിക്കാൻ പറ്റുകയില്ല. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാം നഷ്ടപ്പെട്ട് നിരാശ്രയരായി ആരും സഹായത്തിനില്ലാതെ വന്നപ്പോൾ തങ്ങളുടെ ദൈവമായ കർത്താവിനെ ചങ്കുനുറുങ്ങി, ഹൃദയമുരുകി, മനമുരുകി അവർ ഉച്ചത്തിൽ വിളിക്കുകയാണ്. ആ രംഗം യൂഥിത്തിന്റെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 29-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. സദസ്സിലാകെ വിലാപമുയർന്നു. അവർ ദൈവമായ കർത്താവിനോട് ഉച്ചത്തിൽ നിലവിളിച്ചപേക്ഷിച്ചു. അവരുടെ നിലവിളി ദൈവസന്നിധിയിലേക്ക് ഉയർന്നു. ഉച്ചത്തിൽ നിലവിളി ദൈവസന്നിധിയിലേക്ക് ഉയർന്നപ്പോൾ ദൈവത്തിന്റെ ശക്തി തകർന്ന ജനത്തിന്റെ കണ്ണുനീരിലേക്ക് ശക്തമായി വ്യാപരിച്ചു. ഇതാ ഒരു ഇസ്രായേൽ യുവതിയെ, ഒരു എളിയ ദാസിയെ കർത്താവിന്റെ ആത്മാവ് ശക്തിയോടെ ഉയർത്തി. അവൾ ഹോൾ ഓഫ് ഫർണസിന്റെ ആ സൈനിക വ്യൂഹങ്ങളെ ഭേദിച്ച് ഇതാ ഉൾനിരയിലേക്ക് കടന്നു ചെന്നു. തക്ക സമയത്ത് വാളൂരി അവന്റെ കഴുത്ത് വെട്ടി സഞ്ചിയിലാക്കി ഇസ്രായേൽ പാളയത്തിലേക്ക് അവൾ തിരിച്ചു വന്നു. യൂഥത്തിന്റെ പുസ്തകം 13-ാം അധ്യായത്തിലെ 15-ാം തിരുലിഖിതം. അനന്തരം അവൾ സഞ്ചിയിൽ നിന്ന് ആ തലയെടുത്ത് അവരെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, നോക്കൂ, അസീറിയൻ സൈന്യാധിപനായ ഹോളോഫർണസിന്റെ ശിരസ്. ഒരു മത്തങ്ങ എടുത്ത് തൂക്കി കാണിക്കുന്ന പോലെയാണ് അവൾ ആ ഹോളോഫർണസിന്റെ ശിരസ് എടുത്ത് ആട്ടിക്കാണിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സർവ്വ സൈന്യാധിപൻ ഹോളോഫർണസിന്റെ ശിരസ് ഇതാ ഒരു എളിയ സ്ത്രീ കയ്യിലിട്ട് അമ്മാനമാടുകയാണ്. അതേമാതിരി ദൈവത്തിന്റെ ശക്തി സ്വന്തം ജനത്തിന് വേണ്ടി ഇറങ്ങി. ദൈവജനത്തിന് നിലവിളി സ്വർഗത്തിലേക്ക് ഉയർന്ന് ദൈവജനത്തിന് വേണ്ടി വിടുതൽ ശക്തിയായി വ്യാപരിച്ച്. അതാണ് 50-ാം സങ്കീർത്തനത്തിലെ 15-ാമത്തെ വാക്യം. അനർത്ഥകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തും. ആ ജനം യൂഥത്തിനോട് ചേർന്ന് ആർത്തുപാടി ദൈവത്തെ സ്തുതിച്ച് ജീവിക്കുന്നത് ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, വലിയ തകർച്ചയിൽ ഒന്നിനു പുറകെ ഒന്നായി വന്ന കഷ്ടതയുടെ നടുവിൽ മനം തകർന്ന് ഇനി ആരെന്നെ രക്ഷിക്കും, ഇനി എനിക്ക് രക്ഷയുണ്ടോ എന്ന് പറഞ്ഞ് വേദനിച്ചിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്ക് ദൈവവചനത്തിൻ്റെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. വിളിച്ചപേക്ഷിക്കുന്നവരുടെ, അനർത്ഥകാലത്ത് വിളിച്ചപേക്ഷിക്കുന്നവരുടെ നിലവിളിക്ക് ഉത്തരം കൊടുക്കുന്ന ദൈവം, ജീവിക്കുന്ന കർത്താവ് ഇന്നും ഇവിടെ ഉണ്ട് എന്നറിയാത്തക്കവണ്ണം ഓരോ കണ്ണുനീരിലേക്കും അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ഷീണിച്ചവർ ശക്തി പ്രാപിക്കട്ടെ, ദുർബലർ ബലം പ്രാപിക്കട്ടെ, ആത്മീയ മന്ദതയിലേക്ക് ആണ്ടുപോയവർ പുതുജീവൻ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, മാറനാഥാ. Lord Jesus. കാരുണ്യമേ, ദിവ്യ കാരുണ്യമേ, വിണ്ണിൽ നിന്നിറങ്ങി
കാരുണ്യമേ ദിവ്യകാരുണ്യമേ വിണ്ണിൽ നിന്നിറങ്ങിയ ഭോജ്യമേ ജീവിക്കും ദൈവമേ സ്നേഹമേ ആരാധന അങ്ങേക്കാരാധന പരിശുദ്ധ പരമകാരുണ്യമേ ആരാധന സ്തുതി പുകഴ്ചയും പരിശുദ്ധ പരമകാരുണ്യമേ ആരാധന സ്തുതി പുകഴ്ചയും 119 സങ്കീർത്തനത്തിലെ 26 തിരുലിഖിതം. ഞാൻ എൻ്റെ അവസ്ഥ വിവരിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. 2 കരങ്ങളും ദിവ്യരക്ഷിതാവായ യേശുവിലേക്ക് ഉയർത്തി എല്ലാവരും ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും ദുഃഖങ്ങളും മനസ്സിൽ തളം കെട്ടിക്കിടുന്ന എല്ലാ നൊമ്പരങ്ങളും ദൈവസന്നിധിയിലേക്ക് അർപ്പിച്ച് ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നാളുകളായുള്ള എല്ലാ വേദനകളിലേക്ക് തകർച്ചകളിലേക്ക് ഇറങ്ങി വരണമേ. ആർക്കും ഇടപെടാൻ പറ്റാത്ത വിധമുള്ള സങ്കീർണ പ്രശ്നങ്ങളിലേക്ക് അത്ഭുതകരമായി ഇടപെടണമേ കർത്താവേ. തടസ്സപ്പെടുന്ന ഓരോ തടസ്സങ്ങളും യേശുവിൻ്റെ അത്ഭുത നാമത്തിൽ ഇപ്പോൾ കെട്ടുകളഴിഞ്ഞ് വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തലമുറകളായുള്ള ബന്ധനങ്ങൾ യേശുനാമത്തിൽ ഛിന്ന ഭിന്നമായി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിവാഹ തടസ്സങ്ങൾ, ജോലി തടസ്സങ്ങൾ, പഠനത്തിനുള്ള തടസ്സങ്ങൾ, കുട്ടികളുടെ സ്വഭാവത്തിനുള്ള തടസ്സങ്ങൾ യേശുനാമത്തിൽ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി കുടുംബങ്ങളിൽ ഇപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമകാരുണ്യമേ ആരാധന സ്തുതി പുകഴ്ചയും പരിശുദ്ധ പരമകാരുണ്യമേ ആരാധന സ്തുതി പുകഴ്ചയും. ഹല്ലേലൂയ, മാറനാഥ. Come, Lord Jesus. എൻ്റെ പേര് ബിജോയി. ഞാൻ വരുന്നത് പാലാരൂപതയിലെ പൂർണ്ണി ഇടവയിൽ നിന്നാണ്. എൻ്റെ മകൻ ആൽബിന് വേണ്ടി സാക്ഷ്യം പറയുന്നതിനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആൽബിൻ ഉണ്ടായി 3 മാസം കഴിഞ്ഞപ്പം മുതൽ ഇവന് അലർജിയുടെ അസുഖമുണ്ടായി. ദേഹത്ത് മുഴുവൻ ചൊറിഞ്ഞ് തടിച്ച് വെള്ളം ഒഴുകുന്ന അസുഖമായിരുന്നു. പല ഡോക്ടർമാരെയും കണ്ടു, എന്നിട്ടും ഇതിനൊന്നും ഒരു പരിഹാരമുണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് സ്കിന്നിൻ്റെ ഒരു ഡോക്ടറിനെ കണ്ടു. 5 വയസ്സ് അല്ല 6 വയസ്സാകുന്നതും വരെ മരുന്ന് കഴിച്ചാലേ ഇത് പോകുള്ളൂ എന്ന് പറഞ്ഞു. 2011 ഫെബ്രുവരി മാസം ഞാനും എൻ്റെ ഭാര്യയും മകനും കൂടി ഇവിടെ വന്ന് ആദ്യ വെള്ളിയാഴ്ച കൺവെൻഷനിൽ പങ്കെടുത്തു. ഇവിടുന്ന് വെഞ്ചരിച്ച് കൊണ്ടായി എണ്ണ പുരട്ടി 2 മാസമായപ്പോഴത്തേക്ക് ഒരു പാട് പോലും ഇല്ലാതെ ഇതിൻ്റെ അലർജി പൂർണ്ണമായിട്ട് 8 വർഷമായ അലർജിയുടെ അസുഖം പൂർണ്ണമായിട്ട് ഇപ്പോൾ 8 വയസ്സുണ്ട്. ഒരു പാട് പോലും ഇല്ലാതെ പരിപൂർണമായി കുട്ടി സൗഖ്യമാണ്. തടിച്ചു പൊങ്ങി പഴുത്ത് പൊട്ടിയ വെള്ളം ഒഴുകുന്ന അവസ്ഥയിലായിരുന്നു 8 വർഷമായി കുട്ടി സഹിച്ചുകൊണ്ടിരുന്നത്. അതാണ് വെഞ്ചരിച്ച എണ്ണ അങ്ങോട്ട് തൊട്ട് പ്രാർത്ഥിച്ച് 2 മാസം കൊണ്ട് പരിപൂർണ്ണമായിട്ട് കരിഞ്ഞു പോയി. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ പാടിടാം, പാടിടാം യേശുവേ എന്നും. ഹല്ലേലൂയ പാടിടാം, പാടിടാം യേശുവേ എന്നും. സ്തുതികൾക്ക് യോഗ്യനവൻ, എല്ലാ മഹത്വവും യേശുവിന്. സ്തുതികൾക്ക് യോഗ്യനവൻ, എല്ലാ മഹത്വവും യേശുവിന്. Lord Jesus. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഡാൻഡ്രി സ്റ്റീഫൻ. ഞാൻ എറണാകുളം മുണ്ടമ്മയിൽ നിന്ന് വരുന്നു. ഞാൻ അബുദാബിയിൽ സേഫ്റ്റി ഓഫീസറായിരുന്നു. 10 മാസം മുമ്പ് എൻ്റെ ജോലി നഷ്ടമായി ഞാൻ നാട്ടിലേക്ക് പോന്നു. പോരുന്ന സമയത്ത് എനിക്ക് വേറൊരു കമ്പനിയിൽ നല്ലൊരു ജോലി ശരിയായിട്ടുണ്ടായിരുന്നു.
2 മാസത്തിനുള്ളിൽ തിരിച്ച് ജോയിൻ ചെയ്യാവുന്ന രീതിയിലായിരുന്നു. പക്ഷെ നാട്ടിൽ വന്നതിന് ശേഷം തകർച്ചകളായിരുന്നു. ഒരു ജോലിയും ശരിയാവുന്നില്ല. ഓരോ ജോലി ശരിയായി വരും, അവസാന നിമിഷം അത് കിട്ടാതെ വരുന്നു. ഇവിടെ മാസാദ്യ വെള്ളിയാഴ്ച ഞാൻ വന്നിരുന്നു. അതിനുശേഷം ഒത്തിരി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. 33 വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. 12 ത്രന്തി ദളമാതാവിൻ്റെ ജപം 7 മാസമായിട്ട് കുരിശിൻ്റെ വഴി മുടക്കില്ലായിരുന്നു. അങ്ങനെ 27-ാം തീയതി ഫോർട്ട് കൊച്ചിയിൽ വെളിയിൽ കൺവെൻഷൻ വന്നു. ലാസ്റ്റ് ദിവസം 31-ാം തീയതി ഇവിടെ ഇലക്ഷൻ അനൗൺസ് ചെയ്തു. വിദേശത്ത് നിന്ന് ജോലി നഷ്ടമായിട്ട് വന്നിരിക്കുന്ന 3 പേർക്ക് പുതിയ സ്ഥലത്ത് ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാനാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. ഞാൻ വീട്ടിൽ ചെന്ന് ആദ്യമേ പോയി ഫസ്റ്റ് കമ്പ്യൂട്ടർ തുറന്നു, മെയിൽ ചെക്ക് ചെയ്തു. അപ്പോൾ അതിൽ സാംസങ് എഞ്ചിനീയർ എന്ന കമ്പനിയിൽ നിന്ന് ജോബ് കോൺട്രാക്റ്റ് വന്ന് കിടക്കുന്നു. ഉടനെ തന്നെ ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തു, കോൺട്രാക്ട് സൈൻ ചെയ്തു, സ്കാൻ ചെയ്ത് തിരിച്ചയച്ചു. ഇന്നലെ അതിൻ്റെ വിസ പ്രോസസ്സിങ്ങിന് വേണ്ട ഫോട്ടോസും പാസ്പോർട്ട് കോപ്പിയും സർട്ടിഫിക്കറ്റ്സും ഇന്നലെ അയച്ചു കൊടുത്തു. വളരെ പെട്ടെന്ന് അതിന്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ ആരാധിക്കാം. വളരെ സന്തോഷത്തോടെ ചെയ്യുന്ന അടയാളങ്ങൾ നൽകുന്ന യേശുനാഥനേ.